പത്മനാഭപുരം പാലസ് ഉണ്ട്, അതുകൂടി കണ്ടുകൊണ്ട് കന്യാകുമാരി എത്തി. നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റിൽ കാണുന്ന ബോർഡ് ഹായ്. നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ച കോവളത്ത് വരുന്നത്. കോവളത്ത് നിന്ന് ഇപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി നേരെ കന്യാകുമാരി പോണ വഴിക്ക് നമുക്ക് പത്മനാഭപുരം പാലസ് ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളാണ് ഇനി നമ്മൾ വരാൻ പോകുന്നത്. അപ്പോൾ പത്മനാഭപുരം പാലസ്, നേരെ കന്യാകുമാരി സൺസെറ്റൊക്കെ കാണാമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ യാത്ര വിട്ടും. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നിങ്ങൾ. ഇവിടുന്ന് ഞങ്ങളുടെ റൂം നേരിട്ട് കാണുന്നൊരു വ്യൂ ആണിത്. നല്ല അടിപൊളി റൂമാണ് കേട്ടോ. പക്ഷേ വൻ സെറ്റപ്പ് റൂമൊന്നുമല്ല, ചെറിയൊരു സെറ്റപ്പിലുള്ള റൂം തന്നെയാണ്. ചെറിയ എമൗണ്ട് തന്നെ ഉള്ളൂ, പക്ഷേ നല്ല ഒരു സൂപ്പർ വ്യൂ ഒക്കെ ഉള്ള റൂമാണ്. ഇത് എത്രയാണ് പറഞ്ഞത്? ഇത് 150 അല്ലേ? ടോട്ടലായിട്ട് ചെറുത് ടോട്ടൽ റൗണ്ട് ഫിഗർ. എത്രയാണത്? 300 സാർ. ഇത് 300 ഒക്കെ പറയുന്നത്. കുഴപ്പമില്ല, നല്ല സാധനം, നല്ല വലിയ സൈസ് അല്ല. നല്ല വലിയ സൈസാണ്. നമ്മൾ ക്വീൻ സൈസിലേക്ക് കിങ് സൈസിലേക്ക് പറ്റിയ സാധനം. കുറച്ചൊന്ന് വലുതാക്കിയാണ്. ഓക്കെ, ഒരു അത് മാം ഇതും കൂടെ എടുക്കട്ടല്ലേ മാഡം? ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്. നേരെ കന്യാകുമാരിയാണ് ലക്ഷ്യം. അതിൻ്റെ ഇടയ്ക്ക് ഒരു പത്മനാഭപുരം പാലസ് ഉണ്ട്, അതുകൂടി കണ്ടുകൊണ്ട് പോവാം. നമ്മളിപ്പോൾ കന്യാകുമാരി തമിഴ്നാട്ടിലേക്ക് കടന്നെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതുവരെ ചെക്ക് പോസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ചെക്ക് പോസ്റ്റ് ഒന്നും കണ്ടിട്ടൊന്നുമില്ല, ആരും കൈ കാണിച്ചൊന്നുമില്ല. നമ്മൾ കൂളായിട്ട് ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഏകദേശം തമിഴ്നാടായ ലക്ഷണങ്ങളൊക്കെ
പാസ്. പക്ഷേ തമിഴ്നാട് ബോർഡറിൽ ഊട്ടിയിലേക്ക് പോകുമ്പോൾ അവിടെ പാസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തൊക്കെ അടുത്ത് പോയപ്പോഴൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ചിലപ്പോൾ ഇവിടെ അത്ര ഇതുണ്ടാവില്ല, അതാവും. ഫ്ലൈ ഓവർ ആണല്ലോ, നല്ല നമ്മളെ ഗൾഫിലൊക്കെ ബിൽഡിങ്ങുകളുടെ ഇടയിൽ കൂടെ പോകണം. ഇതൊക്കെ ബിൽഡിങ്സ് ആണ് ഇവിടെയൊക്കെ സൈഡിലൊക്കെ അല്ലേ. കമലഹാസന്റെ പോസ്റ്ററൊക്കെ കാണാൻ തുടങ്ങി. നിരാജിനെയൊക്കെ ഉണ്ടാവും. തമിഴ്നാട് കയറിയാലൊരു വേറൊരു, അപ്പോഴാണ് ശരിക്കും ഒരു ടൂറ് പോയി എന്നുള്ളൊരു ഫീല് വരിക. തമിഴ്നാട് അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് വിട്ടാൽ. കേരളത്തിൽ നമ്മൾ കറങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല. പക്ഷെ അതേപോലെ ഇപ്പൊ കൊണ്ട് സ്റ്റേറ്റ് വിട്ടപ്പോൾ ട്രാഫിക് കുറവ്, വണ്ടി വളരെ കുറവല്ലേ റോഡില് ശരിക്കും. പത്മനാഭപുരം പാലസിൽ എത്തിയിട്ടുണ്ട്. അപ്പം നേരെ കയറുമ്പോൾ തന്നെ 60 ദിർഹംസിൻ്റെ ഒരു ടിക്കറ്റ് ഉണ്ട്. കഴിഞ്ഞ് കൊണ്ട് കയറി ഉള്ളിൽ ടിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ലഞ്ച് ബ്രേക്ക് ആണ്, ഹാഫ് ആൻ അവർ ആവും. 1 മണിക്കൂടെ എത്തിയപ്പോഴേ ഉച്ച സമയത്ത് 2 മണി വരെ ഇവിടെ ലഞ്ച് ടൈമാണ്. അപ്പം തൊട്ടടുത്ത് തന്നെയുള്ള ഹോട്ടലിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കയറും. 2.5 മണിക്കൂറല്ലേ പറഞ്ഞ സമയം. ഇവിടെ നമ്മുടെ പച്ചരിച്ചോറാണ്, നാടൻ ഫുഡൊന്നുമല്ല. മീനൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഏതെല്ലാം ആ ഭക്ഷണത്തിൻ്റെ ടൈമാണ്ട് ഇതിലുണ്ട് പോകും. അത് കഴിഞ്ഞ് നമുക്ക് ഉള്ളിൽ കയറാം. പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ മുന്നിലെത്തി. ഞങ്ങൾ പറഞ്ഞല്ലോ ഇനി ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് ഉള്ളിൽ കയറി വെക്കാം. ഇത് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഇപ്പോൾ തമിഴ്നാട്ടിലാണ് കന്യാകുമാരി നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇത് കേരള പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ കീഴിലാണ് ഈ കൊട്ടാരം. 1601 ഇത് വരുന്നത് അല്ലേ. കുലശേഖര പെരുമാൾ എന്ന് പറഞ്ഞ രാജാവാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് എന്തോ ഒരു പണി കഴിപ്പിക്കുക. കുളച്ചൽ യുദ്ധത്തിന് ശേഷം മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഈ കാണുന്ന രൂപത്തിൽ പണി കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നത്. ഇതിപ്പം നമുക്ക് കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ എന്തായാലും കയറേണ്ട ഒരു സ്ഥലമാണ്. മസ്റ്റായിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക. കാര്യം എന്താ വെച്ചാൽ നമുക്ക് പോണ വഴി തന്നെയാണ് ഇത് കിട്ടുന്നത്. ഇവിടുന്ന് ആകെ 30 കിലോമീറ്ററേ ഉള്ളൂ കന്യാകുമാരിയിലേക്ക്.
14 രാജാക്കന്മാരുടെ ആസ്ഥാനമായിട്ട് 14 രാജാക്കന്മാർ ഭരിച്ചിരുന്നു. പ്രധാനപ്പെട്ട രാജാവ് മാർത്താണ്ഡമാണ്. സീറ്റിംഗിൽ 90 ഒക്കെ കൊടുത്തിട്ടുണ്ട്. 90 വ്യത്യസ്തങ്ങളാണ്. ഇതൊക്കെ കേൾക്കാനാണ് കൊത്തുപണികൾക്കാണ് പ്രാധാന്യം. ഈ കത്തി 7 പീസ് കഴിഞ്ഞ കല്ലുകൊണ്ടുള്ളതാണ്. രാജാവ് വേനൽക്കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് കല്ല് കെട്ട്. ചൈന വ്യാപാരം സമ്മാനിച്ചിരുന്നു. ഏകദേശം 6 ഏക്കറോളം ഉള്ള ഒരു സ്ഥലത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട്, പക്ഷെ നല്ല രസമുണ്ട്, നല്ല സുഖമുണ്ട് നടക്കാൻ. തണുപ്പ് 400 വർഷം പഴക്കമുള്ളൊരു ഇതാണല്ലോ, അതിന് ശേഷം കൂടുതൽ പുതുക്കി പണിത് നല്ലൊരു ഗാർഡനിങ് രീതിയിലുണ്ട്. പല പല രീതിയിൽ രാജാക്കന്മാർ കിടക്കുന്ന സ്ഥലങ്ങൾ, റൂമുകൾ, ഗസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങൾ, കിച്ചണ്, ബാത്റൂമുകളൊക്കെ പഴയ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. നല്ലൊരു സ്ഥലമാണ്. എന്തായാലും ഇനിയും കുറച്ചും കൂടി കാണാനുണ്ട്, നമുക്ക് കണ്ടുകൊണ്ട് പോവാം. ഉണ്ടെന്ന് പറയപ്പെടുന്നു, പക്ഷെ അതിന്റെ എവിഡൻസ് ഞങ്ങൾക്ക് അറിയില്ല. ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇവിടെ നിന്ന് ചാരോട് കൊട്ടാരത്തിൽ പോകാനായിട്ട് അപ്പോൾ ടിപ്പു വരുന്നെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ദളപതി രാജാ കേശവദാസന്റേതും ഇന്നത്തെ രാജാവ് ഒന്നും വിഷമിക്കേണ്ട, അത് ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് ട്രാവൻകൂർ ബോർഡറാണ് ആലുവ അങ്കമാലി. അപ്പോൾ അത് പെരിയാറിൻ്റെ തീരത്ത് വലിയൊരു മൺകോട്ട പണിത്. മൺകോട്ട എന്ന് പറഞ്ഞാൽ ഓല മുടഞ്ഞ് നടുവിൽ വെച്ചിട്ട് മണ്ണ് കൊണ്ട് പൂശി, ഇരുവശത്ത് മണ്ണ് കൊണ്ട് പൂശുമ്പോൾ ഇവർ പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ ഭയങ്കര ഗംഭീരമായിട്ടുള്ള കോട്ടയാണ്. ഇവർ കയറുമ്പോൾ
മണ്ണിടിഞ്ഞ് വീഴണം. ആ മാതിരിയായ കോട്ട. അപ്പോൾ ഈ ഭൂതത്താൻ കെട്ടിയിൽ നിന്ന് വെള്ളവും തുറന്നിട്ടേയില്ല. പെരിയാറിൽ വെള്ളവും പെരുത്തി വിടേക്കാണ്. അപ്പോൾ ഇവർ ടിപ്പിൻ്റെ ആൾക്കാർ ആൾക്കാർ മതിൽ കയറുന്നു, മണ്ണിടിഞ്ഞ് വീണു, പെരിയാറിൽ വെള്ളം അടിച്ചു പോകുന്നു, ടിപ്പും കയറുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത്. കാലിന് മുറിവ്. അത് മാത്രം അദ്ദേഹത്തിനൊരു കാരണമല്ല. ആ സമയം തന്നെയാണ് ശ്രീരംഗപട്ടണം അറ്റാക്ക് ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാർ പോരുന്നത്. ഈ വിവരം കൂടെ അദ്ദേഹം കേട്ടതോടെ അദ്ദേഹം സ്വന്തം നാടിനെ രക്ഷിക്കാനായിട്ട് മടങ്ങി പോരുകയാണ്. രണ്ടാമത്തെ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിലാണ് ടിപ്പു മരണപ്പെട്ടത്. പിന്നെ വരേണ്ടി വന്നില്ല. അപ്പോൾ രാജാവ് ഇവിടെ വെറുതെ ഇരുന്നില്ല. രാജാവ് എന്ത് ചെയ്തു? ഇവിടുത്തെ നിലവറയ്ക്കകത്തിരുന്ന സ്വർണ്ണം മുഴുവനും പത്മനാഭസ്വാമി നിലവറയ്ക്കകത്ത് മാറ്റി. ഒരുപാട് ആൾക്കാരെ താമസിക്കുന്നുണ്ടാവില്ലേ? ഒരു 14 രാജാക്കന്മാരുണ്ടായിരുന്നു. കഴിഞ്ഞു. ആ നൃത്തം ചെയ്യുന്ന സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണ്ട് ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്ത കൗണ്ടറിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പരിപാടി നമ്മുടെ പത്തനാപുരം കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ ഏകദേശം നടന്ന് ഇപ്പോൾ 1 മണിക്കൂർ സമയം നമ്മളെടുത്ത്, 1 മണിക്കൂറിൻ്റെ അടുത്ത് അല്ലേ, 2 മണിക്ക് കയറി 1 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ സമയം കാണാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് സമയം. സ്റ്റില്ലിന് 60, സ്റ്റിൽ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 60 രൂപയും മൊബൈൽ ക്യാമറക്ക് 20 രൂപയും ചാർജ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് 10 രൂപ, 5 വയസ്സിനും 12 വയസ്സിനടുത്ത്. പിന്നെ വലിയ ആൾക്കാർക്ക് 40 രൂപ. അങ്ങനെ നമ്മുടെ പത്മനാഭപുരം പാലസ് കഴിഞ്ഞു. കന്യാകുമാരി നമുക്ക് ഇനിയിപ്പോൾ അധികമില്ല, ഒരു 3/4 മണിക്കൂറ് കാണിക്കുന്നുള്ളൂ ഗൂഗിൾ മാപ്പിൽ. അവിടെ സൺസെറ്റൊക്കെ ഒന്ന് കാണാം, പിന്നെ സൺസെറ്റും സൺറൈസും കാണാമല്ലോ. പോയിക്കൊണ്ടിരിക്കുന്നത് നാഗർകോവിലിലൂടെയാണ്. നാഗർകോവിലിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് കന്യാകുമാരി എത്താൻ. നല്ല ഒരു ചെറിയ ഇടുങ്ങിയ ഒരു ടൗണാണ് അല്ലേ. ട്രാഫിക് ഉണ്ട്, ഒരുപാട് ആളുകളൊക്കെ ഉള്ള റോഡാണ്. അങ്ങനെ നമ്മുടെ കന്യാകുമാരി എത്തി. നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റിൽ കാണുന്ന ബോർഡ്. അവിടെ പിന്നെ സൺസെറ്റ് പോയിന്റ് ഉണ്ട്, ബസ് സ്റ്റാൻഡൊക്കെ ലെഫ്റ്റിൽ തന്നെ ഒരേ കാണുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുക. കാണുന്ന കടലാണ്, നല്ല സൂപ്പർ വ്യൂ. എന്താ പറയുക, അടിപൊളി. കൂടുതലൊന്നും പറയാനില്ല, ഇനി നമുക്ക് കാണാം ബാക്കി കാഴ്ചകളൊക്കെ. റൂമൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട് അവിടെ മുകളിൽ.
അതുപോലെ തന്നെ സൺസെറ്റ് ഉണ്ട്. ആ സൺസെറ്റ് പോയിന്റിലേക്ക് ഒന്ന് പോയിട്ട് സൺസെറ്റ് കണ്ടിട്ട് നമുക്ക് വരാം. ഇപ്പോൾ വഴിയിലൂടെ അങ്ങനെ നടക്കുക. ലാസ്റ്റ് ആ വിവേകാനന്ദ പാറ 4 മണി വരെ ഉള്ളൂ. അപ്പോൾ നാളെ രാവിലെ 8 മണിക്കുണ്ട്. അപ്പോൾ ആ സമയത്ത് പോവാം. ഇതൊക്കെ ഒരു കച്ചവടമൊക്കെ നല്ല ഒരു രസമാണ്. സ്ട്രീറ്റ് ക്യാഷ് എടുത്തില്ല. അപ്പം പിന്നെ ക്യാഷ് എടുക്കണം. ATM ഈ സ്ട്രീറ്റിൽ തന്നെ അടുത്ത് തന്നെ ഉണ്ട്. അധികം ദൂരത്തൊന്നുമില്ല. അതിൽ കൂടെ അവിടെ അമ്പലത്തിൻ്റെ അങ്ങനെ സൈഡിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ കാണുന്ന വിവേകാനന്ദ പാറ തന്നെയാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കുറച്ചുകൂടി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ്. ഇവിടുത്തെ പ്രത്യേകത അറിയാലോ, 3 കടലാണ്. ബാക്ക് ബംഗാൾ, ഇന്ത്യൻ മഹാസമുദ്രം, പടിഞ്ഞാറ് നമ്മുടെ അറബിക്കടൽ. സൺസെറ്റ് പോയിന്റ് നമ്മൾ റൂമൊക്കെ എടുത്തതിന് ശേഷം അവിടുന്ന് പിന്നെ കുറച്ച് നടന്നാൽ സൺസെറ്റ് പോയിന്റ് ആണ്. പക്ഷെ വണ്ടി തന്നെ വന്നാൽ അടിപൊളി പ്ലേസ് ആണ്. അപ്പം വൈകിട്ട് എത്തിയാണെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിട്ട്. എന്നിട്ട് സൺസെറ്റ് കണ്ടതിന് ശേഷം നല്ല നല്ലൊരു പോയിന്റാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്, കാണാനുണ്ട്. കത്തിച്ചൊലിച്ച് നിൽക്കണം മുമ്പ് ഇപ്പം താവും. നല്ല കത്തിച്ചൊലിക്കലൊക്കെ ഇപ്പം തീരും. 5:50 ആണ് സൺസെറ്റ് എന്നാണ് പറഞ്ഞത്. ഇതൊരു ഉയർന്ന പ്രദേശമായിരുന്നു അല്ലേ? അതായത് നമ്മുടെ അവിടുത്തെ പോലെ കടലിലിങ്ങനെ ഇതല്ലോ. കടലിൽ അവിടെ നിന്ന് പിന്നെ ഒരു ചെറിയൊരു കുന്നുപ്രദേശം പോലെയാണ് തോന്നുന്നത്. ഒരു ക്ലിഫ് ടൈപ്പ് തന്നെയാണ് അത്. വർക്കലയിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അതേപോലെ തന്നെ കോവളത്തും നമ്മൾ അതന്നെ കണ്ടത്. കോവളത്ത് പക്ഷെ നമുക്ക് ഇറങ്ങിയിട്ട് അങ്ങനെയുള്ള സ്ഥലം ഉണ്ടാവും. നമുക്കിപ്പം ഇവിടെ കാണില്ല. എന്തായാലും നോക്കട്ടെ. ഇവ അടിപൊളി പ്ലേസ് ആണല്ലോ. ഇതിപ്പോ അറബിക്കടലാണ്. നമ്മൾ അവിടെ കണ്ടത് നമ്മുടെ സൺസെറ്റ് പോയിന്റ് എത്തി. അതൊക്കെ കാണുമ്പോൾ മുമ്പൊരു താഴത്ത് പോകാൻ പോകുന്നുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ പൊളിയാട്ടോ. സൂപ്പർ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ്. കന്യാകുമാരി വൻ സംഭവം എന്നല്ല എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലൊന്നുമില്ല. പക്ഷെ എനിക്കെല്ലാം ഇഷ്ടമായി. എനിക്കെല്ലാം ഇഷ്ടമായി വെച്ചാൽ എനിക്ക് പൊതുവെ നമ്മുടെ കടൽ അതുമായി ബന്ധപ്പെട്ട് നല്ല രസമുള്ള സ്ഥലം തന്നെയാണ്. അപ്പം സൂപ്പർ ഒരു ബീച്ച് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സൂപ്പർ താവുണ്ട്, നമുക്ക് കാണാം. അതിൻ്റെ മുമ്പിട്ട് ഇതിൻ്റെ മുകളിലതാ എന്തൊക്കെ എഴുതി വെച്ചു. നമുക്ക് ആണ്ട് കയറാം. ഇവിടെ നമുക്ക് നല്ലൊരു 360 വ്യൂ കിട്ടും. അത് കാണുന്നതാ വിവേകാനന്ദ പാറ. ഇവിടുന്ന് കാണുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല.
പാറക്കിൻ്റെ ഇടയിൽ കൂടെ ഭയങ്കര തിരയാണ് അവിടെ നിന്ന് വരുന്നത്. നമ്മുടെ പാറക്കിൻ്റെ ഇടയിൽ കൂടെ വെള്ളം വരുമ്പോൾ ഭയങ്കര രസമുണ്ട്. നോക്കി നടന്നില്ലെങ്കിൽ പണി കിട്ടും. അവിടെ നമ്മളോട് അടിപൊളി ഇതാണ്. കുറേ ആൾക്കാർ ഇതിലൊക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട്. പിന്നെ അപ്പുറത്തൊക്കെ ഡേറ്റ് സംഭവം അസ്തമയൊക്കെ കഴിഞ്ഞു. നമ്മൾ പോവുകയാണ്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല പരിപാടി. നാളെ രാവിലെ ഇനി സൺ റൈസും കാണാം ഇവിടുന്ന്. നിങ്ങൾക്കറിയാലോ കന്യാകുമാരിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. 3 സാഗരങ്ങൾ, 3 കടലുകൾ ഒന്നു ചേരുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ റൂമിൽ പോവാം ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് രാവിലെ കാണാം. ഓക്കെ. സ്പൂണ് 2 സ്പൂൺ ഒന്ന് കൂട്ടി. സംഭവം അസ്തമയൊക്കെ കഴിഞ്ഞു. നമ്മൾ പോവുകയാണ്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല പരിപാടി. നാളെ രാവിലെ ഇനി സൺ റൈസും കാണാം ഇവിടുന്ന്. നിങ്ങൾക്കറിയാലോ കന്യാകുമാരിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. 3 സാഗരങ്ങൾ, 3 കടലുകൾ ഒന്നു ചേരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിപ്പോൾ റൂമിൽ പോവാം ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് രാവിലെ കാണാം. ഓക്കെ.